എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മോർഫോളജി, കോമ്പൗണ്ടിങ്, അഫ്ലിക്സേഷൻ, ഇൻഫ്ലെക്ഷൻ ആൻഡ് ഡെറിവേഷൻ. ഈ ഒരു ടോപ്പിക്സ്, ഈ ഒരു പേര് കേട്ടോ നിങ്ങൾ പേടിക്കേണ്ട. ഇതെല്ലാതും നമുക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ചെറുപ്പത്തിലൊക്കെ പഠിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പേര് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനൊന്നും അടിക്കേണ്ട, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. നോട്ട്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സിമ്പിൾ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പേര് കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മോർഫോളജി എന്ന് പറയുന്നൊരു ടേമാണ്. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. മോർഫോളജി പറയുന്നത് ഡിറൈവ് ചെയ്തിരിക്കുന്ന രണ്ട് വേർഡ് എന്നാണ്. ഒന്ന് മോർഫും ഒന്ന് ഓളജിയും. മോർഫ് എന്ന് പറഞ്ഞാൽ ഫോം എന്നാണ് കേട്ടോ, ഒരു ഫോം. അതുപോലെ ഓളജി പറഞ്ഞാൽ സ്റ്റഡി എന്നാണ്. ഓക്കെ, സോ മോർഫ് ഓളജി, ഈ രണ്ട് വേർഡിൽ നിന്നാണ് ഒരു മോർഫോളജി എന്ന് പറഞ്ഞ വാക്ക് വന്നിട്ടുള്ളത്. മോർഫ് എന്ന് പറഞ്ഞാൽ ഫോം എന്നും ഓളജി പറഞ്ഞാൽ സ്റ്റഡി എന്നുമാണ്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾ ഒന്ന് ചെറിയൊരു ഷോർട്ട് ആക്കിയിട്ട് ടെക്സ്റ്റിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പീസ് ഓഫ് പേപ്പറിൽ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ എക്സാമിന്റെ മുന്നേ ഒന്ന് പോകുമ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് കയറും. ഇനി നമുക്ക് മോർഫോളജി എന്താണെന്ന് നോക്കാം. മോർഫോളജി പറഞ്ഞ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ദാറ്റ് ഡീൽ വിത്ത് ദ സ്റ്റഡി ഓഫ് വേർഡ്സ്, ദെയർ ഇന്റേണൽ സ്ട്രക്ചർ ആൻഡ് ഹൗ ദേ ആർ ഫോം. ഇത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. അതായത് മോർഫോളജി പറഞ്ഞാൽ വാക്കുകളുടെ പഠനത്തെ കുറിച്ചാണ് മോർഫോളജി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു വാക്കിന്റെ ഇന്റേണൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതെന്തൊക്കെയാണ് അതിന്റെ രീതികൾ, ഒരു ഇന്റേണൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ആ വാക്കുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റിയൊക്കെ ഡീൽ ചെയ്യുന്നതാണ് ഈ ഒരു മോർഫോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? മോർഫോളജി പറഞ്ഞാലേ വാക്കുകളുടെ ഘടനയെ കുറിച്ചിട്ട്, വാക്കുകളുടെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? ഈ ഒരു മോർഫോളജി പറഞ്ഞ ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇതുവരെ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. ഒന്ന് മോർഫോളജി പറഞ്ഞ മോർഫോളജി പറഞ്ഞ രണ്ട് വാക്കിൽ നിന്നാണ് മോർഫോളജി വന്നിട്ടുള്ളത്. മോർഫ് എന്ന് പറഞ്ഞാൽ ഫോം എന്നും ഓളജി പറഞ്ഞ സ്റ്റഡി എന്നുമാണ്. അതൊന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചത് അല്ലേ? പോയിന്റ് ആക്കി എഴുതി വെച്ചോട്ടാം. രണ്ടാമത് നമ്മൾ പഠിച്ചെന്താണ്? മോർഫോളജി പറഞ്ഞ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക് ആണ്. വാക്കുകളുടെ ഇന്റേണൽ സ്ട്രക്ചർ, അതായത് ആ ഒരു വാക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് മോർഫോളജി പറയുന്നത്. അപ്പൊ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ? ഇതിൽ നിന്ന് നിങ്ങൾ ഇത്രയും പഠിക്കുക. എക്സാമിന് വന്ന ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത് എഴുതുക കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മോർഫീംസ് ആണ് കേട്ടോ. അതൊക്കെ 2 മാർക്ക് വെച്ച് ചോദിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. മോർഫോളജി നമ്മൾ പഠിച്ചു, ഇനി മോർഫീമിക്കാണ് വന്നിരിക്കുന്നത്. മോർഫീം എന്ന് പറഞ്ഞാൽ സ്മോൾ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. ഒരു ലാംഗ്വേജിന്റെ മിനിമൽ യൂണിറ്റ്, ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആണ് മോർഫീം എന്ന് പറയുന്നത്. മിനിമൽ യൂണിറ്റ്സ് ഓഫ് വേർഡ്സ് ദാറ്റ് ഹാവ് മീനിങ് ആൻഡ് കനോട്ട് ബി സബ് ഡിവൈഡഡ് ഇൻ ഫ്യൂച്ചർ. അതായത് മോർഫീം എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് വിളിക്കുന്നത്. ഒരു ലാംഗ്വേജിന്റെ സ്മോളസ്റ്റ് യൂണിറ്റിനെയാണ് നമ്മൾ മോർഫീം എന്ന് പറയുന്നത്. ഓക്കെ, മിനിമൽ യൂണിറ്റ് ഓഫ് വേർഡ്സ് ആണ്. അതിന് ഒരു മീനിങ്ങും ഉണ്ടായിരിക്കും. അതേസമയം നമുക്കത് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു മീനിങ് ഉണ്ടായിരിക്കും, ആ ഏറ്റവും ചെറിയൊരു മീനിങ് ഉള്ള വേർഡ്. ഓക്കെ, അതിനാണ് മോർഫീം എന്ന് പറയുന്നത്. അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു വേർഡിനെയാണ് മോർഫിംഗ് എന്ന് പറയുന്നത്. സോ മോർഫിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ്, മിനിമൽ യൂണിറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് ഹാവ് എ മീനിങ് ആൻഡ് കാനോട്ട് ബി ഡിവൈഡ് ഇൻ ടു ഫ്യൂച്ചർ. ആ ഒരു വേർഡിന് ഒരു മീനിങ് ഉള്ള വേർഡ് ആയിരിക്കും, പിന്നെ വീണ്ടും അത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് മോർഫിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഈ ഒരു മോർഫീംസ് തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. 2 ടൈപ്പ് ഓഫ് മോർഫീംസ്. ഒന്ന് പറയുന്നത് ഫ്രീ മോർഫീമും, രണ്ടാമത്തെ ബൗണ്ട് മോർഫീമും. അപ്പോൾ മോർഫീം ഡിവൈഡ് ഇൻടു 2, ഫ്രീ മോർഫീമും ബൗണ്ട് മോർഫീമും. അപ്പോൾ മോർഫീമിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മോർഫീംസ് എന്താണെന്ന് എഴുതണം. അതിന്റെ 2 പോയിന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് മോർഫീംസ് ഡിവൈഡ് ഇൻടു 2, ഒന്ന് ഫ്രീ മോർഫീമും ഒന്ന് ബൗണ്ട് മോർഫീമും. ഇതിന്റെ പേര് കേട്ടത് നമുക്ക് മനസ്സിലാവും അല്ലേ? ഫ്രീ മോർഫീം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കണം. നമ്മുടെ ഫ്രീ മോർഫീമിനെ ഒറ്റയ്ക്ക് നിൽക്കണം, ഒക്കർ എലോൺ, അതിനെപ്പോഴും ഒറ്റയ്ക്കായിട്ട് നിൽക്കണം. പിന്നെ ഏതാ? ബൗണ്ട് മോർഫീം. ബൗണ്ട് മോർഫീമിന് എങ്ങനെയാണ്? ഒക്കർ വിത്ത് അനദർ മോർഫീം. അതായത് ബൗണ്ട് മോർഫീമിന് 2 എണ്ണെങ്കിലും വേണം. ഓക്കെ, ഇപ്പൊ മോർഫീം ഡിവൈഡ് ടു 2, ഒന്ന് ഫ്രീ മോർഫീമും ഒന്ന് ബൗണ്ട് മോർഫീമും. ഫ്രീ മോർഫീം എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റയ്ക്ക് നിൽക്കണം, ഒക്കേഴ്സ് അലോൺ. ആൻഡ് ബൗണ്ട് മോർഫീം എന്ന് പറഞ്ഞതാണ് അതിന് ഇറ്റ് ഒക്കേഴ്സ് വിത്ത് അനദർ, അതിന് 2 എണ്ണെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? നമ്മൾ ഈ ഒരു പോർഷനിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, പഠിക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, നോട്ടൊക്കെ എഴുതിയെടുക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഇതിൽ നിന്നും സ്കിപ്പ് ചെയ്യാനൊന്നും ഇല്ല. നിങ്ങൾക്ക് എക്സാമിനെ പാസ്സാവണ്ടേ? അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക.
അപ്പോൾ ഇതുവരെ നമ്മൾ 2 ടോപ്പിക്ക് നോക്കി. ഒന്ന് മോർഫോളജി നോക്കി, മോർഫോളജി മോർഫും ഓളജിയും രണ്ടിൻ്റെയും ഇത് പറഞ്ഞു, മീനിങ് പറഞ്ഞു, അതെന്താണ് ഡിറൈവ് ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ മോർഫോളജി നോക്കി, മോർഫീം നോക്കി. മോർഫീം 2 ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കാം കേട്ടോ. ഈ ഒരു പോർഷനിൽ ഇതുവരെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പൗണ്ടിങ് ആണ് കേട്ടോ. എന്താണ് കോമ്പൗണ്ടിങ്? ഞാൻ ഡെഫിനിഷൻ പറയണതിൻ്റെ മുന്നേ എക്സാമ്പിൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം അല്ലേ. അതായത് ഇപ്പോൾ സൺഫ്ലവർ എന്നുള്ള എന്താ? സൂര്യൻ. ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? പൂവ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന എന്താണ്? സൺഫ്ലവർ. രണ്ട് വേർഡ് കോമ്പൗണ്ട് ചെയ്തപ്പോൾ ഒരു വേർഡ് കിട്ടി, സൺഫ്ലവർ. സൺ എന്നുള്ളത് പൂവ്, സൺ എന്നുള്ളത് സൂര്യൻ, ഫ്ലവർ എന്നുള്ളത് പൂവ്. അപ്പൊ ഈ സണ്ണും ഫ്ലവറും കൂടി കോമ്പൗണ്ട് ചെയ്തിട്ടാണ് സൺഫ്ലവർ കിട്ടിയത്. അത് തന്നെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. മോർഫോളജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കമ്പൈൻസ് 2 ഫ്രീ വേർഡ്. സൺ എന്നുള്ളതും ഫ്ലവർ എന്നുള്ളതും 2 ഫ്രീ വേർഡ്സ് ആണ്. വേർഡ്സ് ടു ഗീവ് റൈസ് ടു എ ന്യൂ വേർഡ്. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് കോമ്പൗണ്ട് ചെയ്തിട്ട് പുതിയൊരു വേർഡ് കിട്ടി, ന്യൂ വേർഡ് ദാറ്റ് ഹാസ് എ എൻറ്റയർലി ന്യൂ മീനിങ്. അപ്പൊ അതിനൊരു മീനിങ്ങും മാറിയില്ലേ. സണ്ണും ഫ്ലവറും സൺഫ്ലവർ ആയപ്പോൾ അതൊരു മീനിങ് ആയി അല്ലെ, ഒരു ഇതായിപ്പോയി, അതൊരു മീനിങ് ആയിപ്പോയി. അപ്പൊ അതാണ് പറയുന്നത് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി ഇതിന്റെ ഡിവിഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡിവിഷൻസ് വളരെയധികം എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഓപ്പൺ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ 2 വേർഡ്, നമ്മൾ പറഞ്ഞു 2 ഫ്രീ വേർഡ്സ് കൂടി യോജിക്കുമ്പോഴാണ് ഒരു പുതിയ വേർഡ് കിട്ടും. അതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 വേർഡ് കൂടി ചേരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. അപ്പം അതിന് എക്സാമ്പിളാണ് ലിവിങ് റൂം. ലിവിങ് എന്നുള്ളതും റൂം എന്ന് പറഞ്ഞാൽ കൂടി ചേരും. കോമ്പൗണ്ട് ചെയ്തപ്പോഴാണ് ലിവിങ് റൂം കിട്ടിയത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നു ഇല്ലേ. അതുപോലെ ഹൈയും സ്കൂളും കൂടി ചേർന്നപ്പോഴാണ് ഹൈസ്കൂൾ വന്നത്. അപ്പം അത് എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ആഡ് ചെയ്തില്ലേ. അതിനാണ് ഈ ഒരു ഇത് പറയുന്നത് കോമ്പൗണ്ടിങ്, ഓപ്പൺ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പം എന്തായിരിക്കും ക്ലോസ്ഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ? അതെ, അതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവില്ല അല്ലെ. ക്ലോസ്ഡ് കോമ്പൗണ്ട് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടായിരിക്കില്ല, സിംഗിൾ വേർഡായിട്ട് മാറും. അപ്പം അതിനുള്ള എക്സാമ്പിളാണ് നേരത്തെ പറഞ്ഞത്, സൺഫ്ലവർ എന്നുള്ളത്. 2 വേർഡ്, ഇപ്പം എക്സാമ്പിൾ മൂൺ എന്നുള്ള വേർഡും ലൈറ്റ് എന്നുള്ള വേർഡും കൂടി ചേരുമ്പോഴാണ് മൂൺ ലൈറ്റ് ആയത്. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ലല്ലോ. അപ്പം അതെന്താണ്? ക്ലോസ്ഡ് കോമ്പൗണ്ട് ആണ്. അപ്പം ഇതുവരെ നമ്മൾ കോമ്പൗണ്ട്സ് പഠിച്ചു. കോമ്പൗണ്ട്സ് പറഞ്ഞാൽ 2 ഫ്രീ വേർഡ്സ് കൂടി ചേരുമ്പോഴാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അതിന് പുതിയൊരു മീനിങ് കിട്ടുകയും ചെയ്യും ഇല്ലേ. ഈ കോമ്പൗണ്ടിങ് തന്നെ 3 തരമുണ്ട്. ഒന്ന് ഓപ്പൺ, ഒന്ന് ക്ലോസ്ഡ്, ഒന്ന് ഹൈപ്പൻറ്റേറ്റഡ് കോമ്പൗണ്ടിങ്ങും. അപ്പോൾ ഈ ഒരു ഓപ്പണിൽ പറയുന്നത് എന്താണ്? 2 വേർഡ് കൂടി ചേരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അതാണ് സ്പേസ് ഉണ്ടായിരിക്കും. 2 വേർഡ്സ് വിത്ത് സ്പേസ് ബിറ്റ്വീൻ ദം, അതിനിടയിൽ സ്പേസ് ഉണ്ടായിരിക്കും. ക്ലോസ്ഡ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിനിടയിൽ സ്പേസ് ഉണ്ടാവില്ല, ക്ലോസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ക്ലോസ്ഡ് കോമ്പൗണ്ടിങ്ങിൽ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ബാസ്കറ്റ് ബോൾ, അതുപോലെ 2 എക്സാമ്പിൾ നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഓപ്പൺ കോമ്പൗണ്ടിങ്ങിനും ക്ലോസ്ഡ് കോമ്പൗണ്ടിങ്ങിനും അതുപോലെ ഹൈപ്പൻറ്റേറ്റഡ് കോമ്പൗണ്ടിങ്ങിനും എല്ലാത്തിനും 2 എക്സാമ്പിൾ വീതം പഠിച്ചു വെക്കുക. ഈ ഹൈപ്പൻറ്റേറ്റഡ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇടയിൽ ഒരു ഹൈഫൺ ഉണ്ടായിരിക്കും. ഇപ്പോൾ പാർട്ട് എന്നുള്ള ടേമും ടൈം എന്നുള്ള വേർഡും കൂടി ചേരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഹൈഫൺ വരും ഇല്ലേ, പാർട്ട് ടൈം. അപ്പൊ അതാണ് ഹൈപ്പൻറ്റേറ്റഡ് കോമ്പൗണ്ടിങ്ങിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. കോമ്പൗണ്ട്സ് ലൈക്ക് 2 വേർഡ് ജോയിൻ ബൈ ദ ഹൈഫൺ വെച്ചിട്ട് ഹൈഫൻറ്റേറ്റഡ് കോമ്പൗണ്ടിങ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു ഹൈഫൺ വരും. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ഏതൊക്കെയാണ്? ഒന്ന് മോർഫോളജി എന്താ പഠിച്ചു. മോർഫോളജി എങ്ങനെയാ? മോർഫും ഓളജിയും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നതാണ് മോർഫോളജി. മോർഫ് എന്ന് പറഞ്ഞാൽ ഫോം ആണ്, ഓളജി പറഞ്ഞാൽ സ്റ്റഡി ആണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യം അതാണ്. പിന്നെ മോർഫോളജിയുടെ ഡെഫിനിഷൻ നോക്കാട്ടോ. അടുത്തത് പഠിച്ചത് മോർഫീം ആണ്. മോർഫീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. അത് 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് ഫ്രീ മോർഫീമും ബൗണ്ടഡ് മോർഫീമും. അതിന്റെ മോർഫീമിന്റെ ഡെഫിനിഷൻ നോക്കുക, എക്സാമ്പിൾ നോക്കുക. മോർഫീമിന്റെ ഫ്രീ മോർഫീമും ഉണ്ട്, ബൗണ്ടഡ് മോർഫീമും ഉണ്ട്. ഫ്രീ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ 2 എണ്ണെങ്കിലും വേണം. അപ്പൊ മോർഫോളജി കഴിഞ്ഞു, മോർഫീം കഴിഞ്ഞു. ഇനി നോക്കാൻ പോകുന്നത് കോമ്പൗണ്ടിങ് ആണ് അല്ലെ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ 2 ഫ്രീ വേർഡ്സ് കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് കോമ്പൗണ്ടിങ്. ന്യൂ മീനിങ് കിട്ടും അല്ലെ. 2 ഫ്രീ വേർഡ്സ് കൂടി ചേരുമ്പോൾ. നമ്മൾ എക്സാമ്പിൾ സൺഫ്ലവർ പറഞ്ഞു. പിന്നെ അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ കോമ്പൗണ്ട് ഉണ്ട്, ക്ലോസ്ഡ് കോമ്പൗണ്ട് ഉണ്ട്, ഹൈഫൻ കോമ്പൗണ്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അല്ലേ. ഓപ്പൺ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സ്പേസ് ഉണ്ടായിരിക്കും. ലിവിംഗ് റൂം, ഹൈസ്കൂൾ. എക്സാമ്പിൾ കേട്ടോ. ഡെഫിനിഷൻ പഠിക്കുക, ടോപ്പിക്ക് പഠിക്കുക, ഡെഫിനേഷൻ പഠിക്കുക, 2 എക്സാമ്പിൾ പഠിക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്, 4 മാർക്കായിട്ടും ചോദിക്കാറുണ്ട്. ഇത് എസ്സേയും വരാൻ ചാൻസ് ഉണ്ട്. അത് ചാൻസ് എന്നാലും കൂടുതലും 2 മാർക്കായിരിക്കും മാക്സിമം വരെ കേട്ടോ. ഓപ്പൺ കോമ്പൗണ്ട് ഉണ്ട്, ക്ലോസ്ഡ് കോമ്പൗണ്ട് ഉണ്ട്, ഹൈഫൺ കോമ്പൗണ്ട് ഉണ്ട്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ഹൈസ്കൂൾ, ലിവിംഗ് റൂം ഒക്കെ. ക്ലോസ്ഡ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല. മൂൺലൈറ്റ്, സൺഫ്ലവർ ഒക്കെ 2 വേർഡ്സ് കൂടി ചേരുമ്പോൾ ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല. ഹൈഫൺ എന്താണ്? ഹൈഫൺ വരും അല്ലേ, ലോങ് ടേം, പാർട്ട് ടൈം. എക്സാമ്പിൾ. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് എക്സാമ്പിൾ ഒന്നുകൊണ്ട് ഞാൻ കാണിക്കാം.
നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഇതിന്റെ നോട്ട്സ് ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലാരിറ്റിയുടെ വിഷയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഒന്ന് കയറി നോക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഒപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനി ഇതെല്ലാം എക്സാം ബേസ്ഡ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ വിലയേറിയതാണ്. ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് കോമ്പൗണ്ട് വേർഡ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുക. കോമ്പൗണ്ട് വേർഡ്സ് എങ്ങനെയാണ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് വേർഡ്സ് പലതരത്തിൽ ഫോം ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ പറഞ്ഞ നൗണും വേർബും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ക്ലൗഡ് എന്നുള്ള ഒരു നൗണും വേർബ് ഏതാണ് ബേസ്റ്റ് എന്നുള്ള വേർബും കൂടി ചേർത്താണ് ക്ലൗഡ് ബേസ്റ്റ് കിട്ടി. സോ നൗണും വേർബും കൂടിയിട്ട് നമുക്കൊരു കോമ്പൗണ്ട് വേർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ എർത്ത് ക്വേക്ക്, ഹാൻഡ് ഷേക്ക്. അപ്പൊ ഈ ഒരു ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചാലും മതി. ഇനി നമുക്ക് ജെറുണ്ടും നൗണും വെച്ചിട്ടും കോമ്പൗണ്ട് ഫോം ഫില്ല് ചെയ്യാം. അതായത് ലൈക്ക് നൗണും ജെറുണ്ടും വെച്ചിട്ട് കോമ്പൗണ്ട് ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ജെറുണ്ട് എന്താന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അല്ലേ. ജെറുണ്ട് എന്താണ്? ING ആഡ് അല്ലേ. വാഷ് എന്നുള്ളതാണ് ജെറുണ്ട് എന്താണ്? വാഷിംഗ് അല്ലേ. അത് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക കേട്ടോ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ നൗണും ജെറുണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട് വേർഡ് കിട്ടും. അപ്പോൾ വൈറ്റ് എന്നുള്ളത് വാഷിന്റെ ജെറുണ്ടാണ്, വാഷിംഗ്. ഓക്കെ, വൈറ്റ് വാഷിംഗ്. ഓക്കെ, ഡേ ഡ്രീമിങ് അങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. ബേർഡ്, ഇത് ബേർഡ് ആണ്, ബേർഡ് വാച്ചിങ്. എഴുതിയത് തെറ്റാണ്, ബേർഡ് വാച്ചിങ് ആണ്. അതുപോലെ ടെസ്റ്റ് ഡ്രൈവിംഗ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി പോയാൽ മതി. ഇങ്ങനെ ഒരുപാട് ടൈപ്പിൽ നമുക്ക് വേർഡ്സ് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയത് ഈ ഒരു 2 സിറ്റുവേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് ടെക്സ്റ്റിൽ കാണാം. നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ നോക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇനി നമുക്ക് ഡെറിവേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് ഫോമിന്റെ വേറൊരു പ്രോസസ്സാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഒക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഈ വേർഡിൽ നിന്നാണ് എന്നൊക്കെ പഠിച്ചിട്ടില്ല നിങ്ങൾ. അങ്ങനെ ഒരു ഡിറൈവ് ചെയ്ത് വരുന്നതാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ പറയാം. അത് കൂടുതലായിട്ട് സിറ്റുവേഷൻസ് വരുന്നത് എങ്ങനെയാണ്? അഫിക്സ് അല്ലെങ്കിൽ പ്രിഫിക്സ് ഒക്കെ കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അഫിക്സും പ്രിഫിക്സും എന്താണെന്ന് അറിയില്ലേ? ഇപ്പൊ എക്സാമ്പിൾ റൈറ്റ് സൈഡിൽ, ഇപ്പൊ ഈ ഒരു പേജിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അടിയിൽ കാണാം. അതായത് അൺഅവോയ്ഡബിൾ എന്നുള്ളതിന്റെ ഫ്രണ്ടിൽ ഒരു എന്നുള്ള വേർഡില് അതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് എബിൾ അതാണ് സഫിക്സ്. ഒരു വേർഡിന്റെ മുന്നിൽ ആഡ് ചെയ്യണതാണ് പ്രിഫിക്സ്, ഒരു വേർഡിന്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതാണ് സഫിക്സ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പൊ അഫിക്സും പ്രിഫിക്സും ഒക്കെ നിങ്ങൾക്ക് അറിയും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ നോക്കിയൊന്ന് മനസ്സിലാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വേർഡ് നമ്മളൊരു വേർഡിന്റെ കൂടെ അങ്ങനെ ആഡ് ചെയ്യുമ്പോഴൊക്കെയാണ് ഒരു ഡെറിവേഷൻ സംഭവിക്കണത് എന്നാണ് ഇതിൽ പറയുന്നത്. ദ മെയിൻ പ്രോസസ് ഓഫ് വേർഡ് ഫോർമേഷൻ ബൈ വിച്ച് വൺ ഓർ ഫോംഡ് ഫ്രം അനദർ മോസ്റ്റ് ഓഫ് ദ കോമൺലി ആഡിങ് അഫിക്സസ് ടു ദ ബേസ് ഫോം. അതായത് ഒരു വേർഡിന്റെ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, ടെൻഷൻ അടിക്കേണ്ട. ഒരു വേർഡിന്റെ അഫിക്സ്, അതായത് ഒരു വേർഡിന്റെ കൂടെ അഫിക്സ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വേർഡ് ഡെറിവേഷൻ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, affixation is a process of word formation in which a syllable or a group of syllables are added. ഈ ഒരു പ്രിഫിക്സും സഫിക്സും കൂടിയിട്ടാണ് അഫിക്സ്. അങ്ങനെ അഫിക്സ് വരുമ്പോഴാണ് ഒരു വേർഡിൽ ഡെറിവേഷൻ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയില്ലേ? ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേർഡ്, അത് ആ ഒരു വേർഡിലെ അഫിക്സേഷൻ സംഭവിക്കുമ്പോൾ, അഫിക്സേഷൻ പറഞ്ഞാൽ പ്രിഫിക്സും സഫിക്സും കൂടിയിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമ്പോൾ, ഒരു വേർഡിൽ ചേഞ്ചസ് വരുമ്പോഴാണ് ഈ ഒരു ഡെറിവേഷൻ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ഒരു ഡെറിവേഷനാണ്, ഡിറൈവ് ചെയ്യുമ്പോഴാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നിങ്ങൾ ആ ഒരു ഡെഫിനേഷൻ ഒന്ന് 2 തവണ ഒന്ന് വായിച്ചു നോക്കി, സൈലന്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് അതൊന്ന് ക്ലിയർ ആവും. ഓക്കെ, ഇനി നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ എക്സാമ്പിൾ പേജ് നമ്പർ 61 തോന്നുന്നു കുറിച്ചോന്ന് എക്സാമ്പിൾസ് കാണാം. സഫിക്സ് എന്താണ്, പ്രിഫിക്സ് എന്താണെന്നൊക്കെ. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ബൈ ആഡിങ് സഫിക്സസ്. എക്സാമ്പിൾ പറയാം, ഏബിൾ, അതുപോലെ AC, ER. ഈ ഒരു ടേംസ്, ഈ ഒരു വേർഡ്സ് ഒക്കെ നമുക്ക് സഫിക്സിന് എക്സാമ്പിൾ ആയിട്ടുണ്ട്. അതേപോലെ പ്രിഫിക്സ് നിങ്ങൾക്ക് അത് കാണാം. ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ടെക്സ്റ്റ് നിങ്ങൾ ഒപ്പം എടുത്ത് വായിച്ചോ. നമ്മൾ ഈ ഒരു വീഡിയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ കുറച്ച് ഇതുണ്ട്. എന്നാലും കുറച്ച് നല്ല ബെറ്റർ മാർക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു പേജസിലൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു പോവാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മോർഫോളജി, കോമ്പൗണ്ടിങ്, അഫ്ലിക്സേഷൻ, അപ്പോൾ ഡെറിവേഷൻ ഒക്കെ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്.
ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേർഡിന്റെ ബേസിക്ക് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുക. എന്തിനാണ്? അതിന്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഒരു ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇൻഫ്ലക്ഷൻ ഇസ് എ പ്രോസസ് ഓഫ് വേർഡ് ഫോർമേഷൻ ഇൻ വിച്ച് ദ ആഡീഷൻസ് ആർ മെയ്ഡ് ടു ദ ബേസ് ഫോം ഓഫ് ദ വേർഡ് ടു എക്സ്പ്രസ് ദ ഗ്രാമാറ്റിക്കൽ മീനിങ്. അപ്പോൾ ഇൻഫ്ലക്ഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു വേർഡിന്റെ ബേസ് ഫോമിലേക്ക് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുക. അതെന്തിനാണ്? അതിന്റെ ഗ്രാമാറ്റിക്കലി മീനിങ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഇൻഫ്ലക്ഷനിൽ വരുന്നുള്ളൂ. അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിൽ കാണാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഇൻഫ്ലക്ടർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡ് എന്നാണ്. അതിന്റെ മീനിങ് എന്താ? ടു ബെൻഡ് എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ഇൻഫ്ലക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വണ് ജനറ്റീവ്. ജനറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോസ്ട്രോഫി എസ്. പിന്നെ പ്ലൂറൽ, അതായത് എസ്, അതിപ്പോൾ കാർസ് എന്നൊക്കെ പറയുന്നത് പ്ലൂറൽ ഫോംസ്. പിന്നെ തേർഡ് പേഴ്സൺ സിംഗുലാറും പിന്നെ എസ് എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ട്. പിന്നെ പാസ്റ്റ് ടെൻസ്, ഒന്നെങ്കിൽ ഡി അല്ലെങ്കിൽ ഇ ഡി അല്ലെങ്കിൽ ഡി. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് പാസ്റ്റ് ടെൻസ്. പിന്നെ വരുന്ന നെഗറ്റീവ് പാർട്ടിസിപ്പിൾ വരുന്നുണ്ട്, ING ഫോംസ്, പിന്നെ കമ്പാരിറ്റീവ് ആൻഡ് കമ്പാരിസൺ ആണ്. അപ്പോൾ ഇത്രയാണ് ഇൻഫ്ലക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാം കൂടി ആയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതെനിക്ക് വലിയൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.